നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കോപൈലറ്റ് 3D എന്ന് പറയുന്ന ഒരു AI പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. ഈ മൈക്രോസോഫ്റ്റിൻ്റെയാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ അതിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോട്ട്മെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റേ അക്കൗണ്ട് വഴി കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ എനിക്ക് ഓൾറെഡി ഹോട്ട്മെയിൽ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അതുവഴിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ചെയ്തത്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഇൻറ്റീരിയർ ചെയ്യുന്നവർക്കാണ്. അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ക്ലയൻറ്റ് കുറച്ച് ഫർണിച്ചറിൻ്റെ പടങ്ങളായിട്ട് പിക്ചറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, സ്കെച്ചപ്പിൽ ചെയ്യുന്നവർക്ക് 3D വെയർഹൗസ് വഴി വേണം ഇതുപോലുള്ള ഫർണിച്ചറെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. പക്ഷേ ക്ലയൻറ്റ് കൊണ്ടുവരുന്ന മോഡൽ അതിൽ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു 3D പ്ലാറ്റ്ഫോം, അതായത് AI പ്ലാറ്റ്ഫോം നമുക്ക് വളരെ നല്ലൊരു ഉപകാരപ്രദമായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോകുന്ന പിക്ചർ ഒന്നുകിൽ JPEG ഫോർമാറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ JPEG ഫോർമാറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ PNG ഫോർമാറ്റ്. ഈ രണ്ട് ഫോർമാറ്റിലുള്ള പിക്ചറാണ് അത് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫർണിച്ചറിൻ്റെ ഫോട്ടോ അത് കറക്റ്റായിട്ട് ആ ഫർണിച്ചർ, അത് ഒന്നുകിൽ നിങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലോ ഉള്ള പിക്ചേഴ്സ് ആയിരിക്കണം നിങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ ഒന്ന് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ആദ്യത്തെ കടമ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇവിടെ എവിടെയാണ് 3D കിടക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പേടിക്കേണ്ട, ഈ ഇൻ്റർഫേസിൻ്റെ ഇടത് സൈഡിലായിട്ട് ഒരു 2 ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ഇങ്ങറ്റത്തെ ബട്ടൺ, അതായത് ഓപ്പൺ സൈഡ് ബാർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ 2 ഓപ്ഷൻസ് ഓപ്പണായി വരും, ഡിസ്കവറും ലാബ്സും. അപ്പോൾ ഇതിൽ ലാബ് എന്നുള്ളതിൽ ഇതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കോപൈലറ്റ് ലാബ് എന്നുള്ള ഒരു പേജ് ഓപ്പണായി വരും. ഇതിനകത്ത് കോപൈലറ്റ് 3D എന്ന് കിടപ്പുണ്ട്. ഇതിൽ ട്രൈ നൗ കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായിട്ട് വരും. ഇവിടെ ഇപ്പം നമുക്ക് 2 ബട്ടൺസ് കാണാം. ഒന്ന് എക്സ്പ്ലോർ ഐഡിയാസും മറ്റൊന്ന് മൈ ക്രിയേഷൻസും. അതായത് മൈ ക്രിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്ത വർക്കുകളെല്ലാം ഇതിനകത്ത് കാണും. എക്സ്പ്ലോർ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ കണ്ടോ, ഇതാണ് അപ്ലോഡ് ഇമേജ്. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താണ് നമുക്ക് ഇമേജ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ കാണുന്ന 2 ഫർണിച്ചറിൻ്റെ ഇമേജുകളാണ് ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റ് സെലക്ട് ചെയ്തതും ഞാനിപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഈ 3D വെയർഹൗസിലോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നമ്മളിത് നിർമ്മിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ 2 ഫർണിച്ചറിൻ്റെ ഇമേജാണ് ഞാനിപ്പോൾ ആ ഒരു കോപൈലറ്റ് 3Dയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ഇമേജ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലയൻറ്റ് കൊണ്ടുവരുന്ന ഇമേജിൻ്റെ ബാക്കിൽ മറ്റ് വല്ല ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ ബ്ലാക്കോ ആക്കി കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ ഏത് ഇമേജ് കൊണ്ടുവന്നാലും ഇമേജിനെ മാത്രമായിട്ട് ഒന്ന് കറക്റ്റ് എടുക്കണം, എന്നാലേ AIക്ക് അത് മനസ്സിലാവുള്ളൂ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൊടുക്കണം. ഇപ്പം എല്ലാവർക്കും എല്ലാ പ്രോംപ്റ്റും കറക്റ്റായിട്ട് കൊടുക്കാൻ അറിയണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലുള്ള പിക്ചേഴ്സ്, അതായത് ക്ലയൻറ്റ് സെലക്ട് ചെയ്യുന്ന പിക്ചേഴ്സ് ഇതുപോലെ ഏതെങ്കിലും വൈറ്റിലോ ബ്ലാക്കിലോ ആക്കി ആ പിക്ചറിനെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അതിനെയാണ് നമുക്ക് കോപൈലറ്റ് 3Dയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇനി നമുക്ക് ആ പിക്ചറിനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. പിക്ചർ ഇപ്പോൾ ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ മൈ ക്രിയേഷനകത്ത് ഇവിടെ ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതവിടെ ജനറേറ്റ് ചെയ്യട്ടെ. ഞാനിപ്പോൾ എക്സ്പ്ലോർ ഐഡിയാസിലോട്ട് തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അടുത്തൊരു ഇമേജും കൂടെ സെലക്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഓപ്പൺ ചെയ്യുന്നു, അതും ഞാൻ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ അതും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഇതിപ്പം ഓൾറെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാണ്ടോ നമ്മൾ കൊടുത്ത ആ ഒരു പിക്ചർ അതേ രീതിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, 3D ആയിട്ട്. കണ്ടോ, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് കാര്യമാക്കണ്ട, അതൊന്നും ആരും അത്രയ്ക്ക് ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഇവിടെ നോക്കാം. ഇനി നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ 2 ബട്ടൺസും കൂടെ ഉണ്ട്. അതെന്താണെന്നൊന്ന് നോക്കാം. ഇത് ഷോ ജനറേറ്റഡ് മോഡൽ. ഇപ്പോൾ ഈ മോഡൽ ഇപ്പം ഇതേ രീതിയിൽ കാണുക. നമ്മൾ എങ്ങനെയാണോ ഒരു JPG ഫയൽ അല്ലെങ്കിൽ PNG ഫയൽ കൊടുത്തത് ആ രീതിയിൽ തന്നെയാണ് ഇതിവിടെ കാണുന്നത്. ഇത് ഇപ്പുറത്ത് വന്ന ബട്ടൺ എന്ന് പറയുന്നത് ഷോ ക്ലേ മോഡൽ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ടെക്സ്ചറോ ഒന്നും കാണത്തില്ല, വെറും ഒരു മോഡലായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടും. നമുക്ക് എന്തായാലും അത് വേണ്ട, നമുക്ക് ഇതേ ഒരു മോഡൽ തന്നെയാണ് വേണ്ടത്. മറ്റേ മോഡലിനെ പറ്റി ഞാൻ പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം, അതെന്തിനാണ് അങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം.
ഇനി ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇവിടെ സോഫ 1 സോഫ 2 എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത്. GLB ഫയലായിട്ടാണ് ഇത് ഇവിടെ സേവ് ആവുന്നത് കേട്ടോ. GLB ഫയലായിട്ടാണ് ഇത് സേവ് ആവുന്നത്. ഇത് സേവ് കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത പടവും കൂടെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇതും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതും നമുക്ക് ക്ലേ മോഡൽ വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ കൊടുത്ത പടം അതുപോലെ തന്നെ, ആ ഒരു പിക്ചർ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 3D ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്കെച്ചപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു അപ്പൂപ്പനെ ഇവിടെ നിന്ന് കളയാം, അല്ലെങ്കിൽ ഈ അങ്കിളിനെ ഇവിടെ നിന്ന് കളയാം, കാരണം ഇയാൾ ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഫയലിൽ പോകുന്നു. അവിടെ നിന്ന് ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട ആ ഒരു ഫയലിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ ആ പിക്ചറിൽ കണ്ടതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി അടുത്തതിനെയും കൂടെ നമുക്ക് ഇനി കൊണ്ടുവരാം. ഫയലിൽ പോകുന്നു, ഇമ്പോർട്ട് അടിക്കുന്നു, സോഫ 2 ഇമ്പോർട്ട്. ഇപ്പോൾ രണ്ടും ഒരിടത്ത് തന്നെ ഒന്ന് കിടക്കുകയാണ്. നമുക്കൊന്ന് മൂവ് ചെയ്യിക്കാം. ഓക്കെ, അതും എങ്ങനെയാണോ പിക്ചറിൽ കണ്ടത് അതുപോലെ തന്നെ ഇതാ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻസ്കേപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻസ്കേപ്പ് ഇപ്പോൾ ഓപ്പൺ ആയി കണ്ടോ. ഒറിജിനാലിറ്റി തോന്നുന്നില്ലേ? നമ്മൾ എങ്ങനെയാണോ ആ ഒരു പിക്ചറിൽ കണ്ടത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഇത് കിട്ടിയിട്ടുള്ളത് അല്ലേ. എന്ത് ഈസി ആയിട്ട് ആ ഒരു ക്ലയൻറ്റ് പറഞ്ഞ ഒരു സാധനം നമുക്കിവിടെ കിട്ടി. ഇത് എൻസ്കേപ്പിൽ മാത്രമല്ല, വീറയിൽ നിങ്ങൾ റെൻഡർ ചെയ്താലും ഇതേ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറും ആ ഒരു ടെക്സ്ചറും ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം, കാരണം കുറച്ച് സമയമെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ? ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ടെക്സ്ചറും കളറും ഒക്കെ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും ഈ ഫർണിച്ചറിൻ്റെ ഒക്കെ. അതെങ്ങനെയെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എന്നെ അറിയിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഈ ട്രാവൽ വ്യൂ എന്ന് പറയുന്ന ഒരു ചാനലാണെങ്കിലും ട്രാവൽ ബേസ് ചെയ്താണ് വീഡിയോകൾ ചെയ്യുന്നതെങ്കിലും ഇതുപോലെ സ്കെച്ചപ്പിൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ്സിലെല്ലാം ഞാനിതിൽ ചെയ്യുന്നുണ്ട്. സ്കെച്ചപ്പും എൻസ്കേപ്പുമാണ് മെയിനായിട്ട് ഈ ഒരു ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ ക്ലാസ്സെല്ലാം നമുക്കിവിടെ പ്ലേലിസ്റ്റിൽ, നിങ്ങൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് എന്നുള്ള ഇതിൽ ഗുരുകുലം എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കാണുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.